ഹായ്, ഞാൻ നയന, വേദാർ ഇവൻറ്റ്സ് ആൻഡ് ട്രാവൽസിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനിനെ പറ്റിയിട്ട്, അതായത് ഒരു സേവിങ്സ് വാലറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാവൽ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട്, അതായത് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യിപ്പിക്കുക, അതല്ലെങ്കിൽ സാഹചര്യം കിട്ടാത്ത ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ സാഹചര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിൽ ഒരു ഗോൾഡൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന പോലെ, അതിനൊക്കെ സേവ് ചെയ്യുന്ന പോലെ, ഗോൾഡിനെ വീടിനൊക്കെ സേവ് ചെയ്യുന്ന പോലെ ഒരു സേവിങ്സ് പ്ലാൻ, അതാണ് നമ്മുടെ ഒരു കാര്യം. അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പ്ലാനിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഇതൊരു 12 month സ്കീമാണ് വരുന്നത്. 1000 രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1000, 2000, 5000 വാട്ടെവർ എത്രയാണോ നിങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതായിരിക്കും. അങ്ങനെ പോകുമ്പോൾ 13ാമത്തെ മാസം നിങ്ങൾ ഇട്ട എമൗണ്ട്, അതായത് നിങ്ങൾ ഒരു മാസം എത്രയാണോ ഇട്ട എമൗണ്ട്, ആ എമൗണ്ട് തന്നെ 13ാമത്തെ മാസം നമ്മളുടെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂഷനായിട്ട് നിങ്ങൾക്ക് തരും. ഒടുവിൽ 13ാമത്തെ മാസം നിങ്ങൾക്ക് അത് വെച്ചിട്ടൊരു പാക്കേജ് സെറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാവുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് എടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സേവിങ്സ് പ്ലാൻ കൊണ്ട് അവരുടെ ഒരു ട്രാവൽ എന്നൊരു ആഗ്രഹവും നടക്കും. അവർക്ക് അതിനൊപ്പം തന്നെ ഒരു സേവിങ്സ് എങ്ങനെ പോകാമെന്നൊരു ഐഡിയയും കിട്ടുന്നതായിരിക്കും. അതെ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നാ? ഇവിടെ ഉണ്ടായിരുന്നു. ചോദിക്കുക, എന്താണെന്നൊരു സംശയം? ഓക്കെ, ഇപ്പം നമുക്ക് നോർമലി ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് സേവിങ്സ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ വേദാറിൽ സേവ് ചെയ്യേണ്ട ആവശ്യം എന്താ? കഴിഞ്ഞ 5 വർഷമായിട്ട് നീ ഇത് തന്നെയല്ലേ പറയുന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് 1000, 2000, 3000 വെച്ചിട്ട് സേവ് ചെയ്യും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് തന്നെ ആ പൈസ നമ്മൾ എടുത്തിട്ട് നമ്മുടെ കാര്യം നടത്തേണ്ട അവസ്ഥയാണ്. ഇതാകുമ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്, അതോടെ സേഫായിട്ട് കിടന്നോളും. 12 മാസം നമ്മളൊരു എമൗണ്ട് ഇടുന്നു. 13ാമത്തെ മാസം നമ്മൾ എത്ര ഇടുന്ന, ഒരു മാസം ഇടുന്ന എമൗണ്ട് അവരുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. സോ അതൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് ട്രാവൽ ചെയ്തൂടെ? എന്നാൽ പിന്നെ നിനക്ക് വേദാറിൽ തന്നെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്താൽ പോരായിരുന്നു? അതിന് നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓ ശരി. എന്നാൽ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. വേദാറിലിടുന്ന പൈസക്ക് എന്താ ഗ്യാരണ്ടി ഉള്ളത്? ആ പൈസക്ക് എന്താ സേഫ്റ്റി ഉള്ളത്? നീ എന്നെ കെട്ടിയത് എന്ത് വിശ്വസിച്ചിട്ടാ? അതുപോലെ തന്നെ വിശ്വസിച്ചെങ്കിൽ വേദാറിലിടണമെന്നേ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അതായത് വേദാറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്കൊരു കസ്റ്റമർ ഐ ഡി ഉണ്ടായിരിക്കും. ഈ കസ്റ്റമർ ഐ ഡി വെച്ചിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൺസ് നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെയിലിലും നിങ്ങളുടെ വാട്സപ്പിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്റ്റ് ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ കസ്റ്റമർ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്കത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലറ്റിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എന്താണേലും. അടുത്തൊരു വലിയ സംശയമാണേ, നമ്മൾ സ്റ്റാർട്ടപ്പാണ്, അപ്പം വേദാർ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്ത് ചെയ്യും? അല്ല, ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ നിൻ്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാനൊരു കസ്റ്റമർ സൈഡിൽ നിന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ എന്താണേലും വേദാർ നിർത്തി പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ്, നമ്മൾ ഇൻ കേസ് നിർത്തി പോവുകയാണെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ മെയിൽ ത്രൂ ആണ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ആ മെയിലിനകത്ത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാണും, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാണും, നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കാണും. സോ നിങ്ങൾ വൺസ് ഈ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട എമൗണ്ട് നിങ്ങൾ അവൈൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിലുമായിട്ട് വന്നാൽ മതി. നമ്മളെല്ലാം കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണാതിരിക്കില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമ്മൾ ആ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് തരാൻ വില്ലിങ് ആയിരിക്കും. പിന്നെ ഞാനീ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും നിർത്തിപ്പോയാൽ മാത്രം നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഉള്ളൊരു എഗ്രിമെൻറ്റിനകത്ത് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 12 മാസത്തെ പ്ലാനിൽ ഞാനിപ്പോൾ ഒരു 5000 രൂപ വെച്ച് ഇങ്ങനെ ഇടുവാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ച് പൈസ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇത് പൈസ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, അതോ എങ്ങനെയാണ്? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. എന്താണേലും പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുക എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ നിങ്ങൾക്കിവിടെ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ 4 മാസമാണ് അല്ലെങ്കിൽ 5 മാസമാണ് പേയ്മെൻറ്റ് അടച്ചതെന്ന് വെച്ചോളൂ. ആ 5 മാസത്തിന് ശേഷം ഇനി എത്ര മാസം ഉണ്ടോ 12ലേക്ക് ആ അത്രയും പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾക്കത് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ട്രിപ്പ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മുടെ അടുത്തുള്ളൊരു ബോണസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു 60,000 രൂപ ഇട്ടു. ഈ 60,000 രൂപ എൻ്റെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനൊരു അടുത്തൊരു പാക്കേജ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30,000-ൻ്റെ 40,000-ൻ്റെ പാക്കേജ് എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റുക? ഓക്കെ,
ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ 12 മാസത്തേക്ക് എടുത്തെങ്കിൽ ഒരു 65,000 രൂപ നമ്മളിപ്പോൾ കോൺട്രിബ്യൂഷൻ വന്നു എന്ന് വെച്ചോളൂ. ഇതിനകത്ത് 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ ഒരു പാക്കേജാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന 25,000 രൂപ അവിടെ കിടക്കും. നമുക്ക് ഒരിക്കലും റീഫണ്ട് ചെയ്ത് തരാൻ പറ്റില്ല, പക്ഷേ ആ ഫണ്ട് അവിടെ കിടക്കും. ഒന്നെങ്കിൽ വേറൊരു പാക്കേജ് നിങ്ങൾക്ക് വെച്ചിട്ട് അവൈൽ ചെയ്യാം, ഏതർ വേറൊരു വാലറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എമൗണ്ടിനെ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാൽ ഇനി എൻ്റെ അടുത്ത സംശയം എന്തോന്നിട്ട് ഇതിപ്പോഴാണ് തീരൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രേക്ഷകൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവിന് സംശയങ്ങളാവാം. നീ അങ്ങ് ചോദിക്കുക. അതായത് ഞാൻ ഇപ്പോൾ ഒരു 2000-ൻ്റെ പ്ലാൻ, മന്ത്ലി പ്ലാനാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ചില സർക്കംസ്റ്റാൻസസ് വന്നു, എനിക്ക് 2000 വെച്ച് ഇടാനില്ല. അപ്പോൾ എനിക്ക് 1000 ആക്കാനുള്ള ഇതുണ്ടോ? പറ്റത്തില്ല. എന്താ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയില്ലേ ദാസ? ഓ, അപ്പോൾ ഈ പ്ലാൻ എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? എൻ്റെ പൊന്നെന്താ, പണ്ടത്തെ കാലമല്ലേ ഇപ്പോൾ. പണ്ടത്തെ ആൾക്കാർ വീട്ടിലിരിക്കാത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേങ്കിൽ എല്ലാവർക്കും ട്രിപ്പ് പോകാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു പ്ലാൻ അവർക്ക് ബെനിഫിറ്റാണ്. കാരണം സാധാരണക്കാരെ നോക്കി പറയുവാണെങ്കിൽ സാധാരണക്കാർക്ക് ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. അവർക്ക് ഈ ഒരു സേവിങ്സ് വാലറ്റ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ അല്ലേ? അവർക്ക് അതിനകത്ത് പൈസ കൂട്ടി വെച്ചിട്ട് അതിനൊപ്പം നമ്മളും കൂടി ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് പോയിട്ട് വന്നൂടെ? മാത്രമല്ല അവർക്ക് ട്രാവലിങ്ങിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൂടി വരും. കാരണം എങ്ങനെ പൈസ കൂട്ടി വെച്ച് ട്രാവൽ ചെയ്യാം എന്നൊരു ഐഡിയ അവർക്ക് കിട്ടും. ഇനി എൻ്റെ അടുത്ത സംശയം. എൻ്റെ പൊന്നെന്താ, നിൻ്റെ ഈ സംശയം കാരണമാണ് വീട്ടുകാർ നിന്നെ കെട്ടണ്ട എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ കെട്ടിയോണ്ട് ഇവിടെ ഓഫീസ് കിട്ടും ഞെളിഞ്ഞ് നിർത്തി ഇങ്ങനെ ഇരിക്കുന്നു. എന്തോന്ന്? ഒന്നുമില്ല. ഇനി എൻ്റെ അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, ചോദിക്കേ. ഇപ്പം 5000 വെച്ചിട്ടിട്ട് 65,000-ൻ്റെ എമൗണ്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. എനിക്കിപ്പോൾ അതൊരു 1,20,000-ൻ്റെ പാക്കേജാണ് എടുക്കേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് എന്താ അതിൽ ഓപ്ഷൻ ഉള്ളത്? ഞാൻ കയ്യിൽ നിന്ന് എടുത്തിടണോ, അതോ എനിക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും? അതായത് ഇപ്പം നിങ്ങളിട്ട എമൗണ്ടിനേക്കാട്ടിലും കൂടുതലാണ് നിങ്ങളുടെ ട്രാവൽ പാക്കേജിൻ്റെ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇതിൻ്റെ ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ നിന്നിടാം, ഏതർ നമ്മൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു മന്ത്ലി EMI പോലെ നിങ്ങൾക്ക് അത് അടച്ചു പോയാൽ മതി. അതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് നമുക്ക് അതിൽ നിന്ന് റിവീൽ ചെയ്ത് പൊയ്ക്കോളും. കഴിഞ്ഞു നിൻ്റെ സംശയമൊക്കെ? ഏകദേശം ഓക്കെ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം കാണുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഓഫീസിലേക്ക് വരാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സേവിങ്സ് പ്ലാനിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും വേദാരായിരിക്കും നിങ്ങളുടെ ട്രാവൽ പാർട്ണർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.